സുരേഷ് ഗോപിയെ നമ്മൾ ദൃശ്യങ്ങൾ കാണും. സുരേഷ് ഗോപി നേരത്തെ വന്നു കണ്ടത്. സുരേഷ് ഗോപിയും ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. സുരേഷ് ഗോപിയുണ്ട്, മോഹൻലാലുണ്ട്, വി.ഡി. സതീശനുണ്ട്, പി.കെ. കുഞ്ഞാലിക്കുട്ടിയുണ്ട്. രാവിലെ മടി പിടിച്ചിരിക്കുന്നില്ല. ഇതാ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും കുടുംബവും വോട്ട് ചെയ്യാൻ എത്തിയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. എല്ലാവരും പോളിംഗ് ബൂത്തുകളിലേക്ക് വളരെ വളരെ വേഗത്തിൽ എത്തിയാൽ PA മുഹമ്മദ് റിയാസും വോട്ട് രേഖപ്പെടുത്താനായി ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ വരികയാണ്. പറവൂരിൽ ഇപ്പോൾ വി.ഡി. സതീശൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയാണ്. 6:00 കൂടി തന്നെ വി.ഡി. സതീശൻ കേസരി സ്മാരക കോളേജിലേക്ക്, അദ്ദേഹത്തിന്റെ പോളിംഗ് ബൂത്ത് സ്ഥിതി ചെയ്യുന്ന കോളേജിലേക്ക് എത്തിയിരുന്നു. വി.ഡി. സതീശൻ വോട്ട് രേഖപ്പെടുത്തിയോ? പ്രദീപ് ജോസഫ് ഇല്ല, അദ്ദേഹം ക്യൂവിൽ നിൽക്കുകയാണ്. ദൃശ്യങ്ങളിൽ രേഖപ്പെടുന്നതിന് വേണ്ടി ക്യൂവിൽ തുടരുകയാണ്. അടുത്ത ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ വോട്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം പോളിംഗ് ബൂത്തിന് ഉള്ളിലേക്ക് കിടക്കും. രാവിലെ 6:40 കൂടിയാണ് പ്രതിപക്ഷ നേതാവും ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പറവൂരിലെ അദ്ദേഹത്തിന്റെ വീടിന് അടുത്ത് തന്നെയുള്ള കേസരി സ്മാരക കോളേജിലേക്ക് എത്തിയത്. ബൂത്ത് നമ്പർ 135-ലാണ് അദ്ദേഹത്തിന്റെ വോട്ട്. ഏതാണ്ട് 6:30 മുതൽ തന്നെ ഈ പോളിംഗ് ബൂത്തിലേക്ക്, ഈ സ്റ്റേഷനിലേക്ക് മറ്റു വോട്ടർമാർ വോട്ടെടുപ്പിന് വേണ്ടി എത്തിയിരുന്നു, ക്യൂ നിൽക്കുകയായിരുന്നു. അവർക്കിടയിലേക്കാണ് പ്രതിപക്ഷ നേതാവും കുടുംബവും എത്തിയത്. അദ്ദേഹവും ഏതാണ്ട് 20 മിനിറ്റോളമായി ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം കാത്തു നിൽക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് അദ്ദേഹം പോകും. ഒപ്പം പ്രവർത്തകരുമായി, പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ, കൂടിയാലോചനകൾ, നിർദ്ദേശങ്ങൾ നൽകൽ, അങ്ങനെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലും അദ്ദേഹം പറവൂർ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പ്രധാനമായും പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഈ എറണാകുളം ജില്ലയിലെ പല ബൂത്തുകളിലും ഏതാണ്ട് 20, 30, 40, 50 ഒക്കെ പേരോളം വരുന്ന ആളുകളുടെ ക്യൂ പല ബൂത്തുകളിലും അതിരാവിലെ തന്നെ കാണാനാകുന്നുണ്ട്. ചില ബൂത്തുകളിലൊക്കെ സാധാരണ രാവിലെ ഇത്തരത്തിൽ ക്യൂ കാണാറാകും, മുൻപും കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റ് ചിലയിടങ്ങളിൽ അങ്ങനെ ഒരു ക്യൂ കാണാറില്ലാത്തതുമാണ്. എന്തായിരുന്നാലും മറ്റ് പല ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പോലെ തന്നെ എറണാകുളം ജില്ലയിലും വിവിധ ഇടങ്ങളിൽ ചുരുങ്ങിയതൊരു 20-30 പേരോളമെങ്കിലും വരുന്ന ക്യൂ പല ബൂത്തുകളിലും കാണുന്നുണ്ട്. ഒരുപക്ഷെ വലിയ വെയിലൊക്കെ ആവുന്നതിന് മുൻപ് വന്ന് വോട്ട് ചെയ്യാൻ പോകുന്നതാവാം, അതല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ കാത്തിരുന്ന് വോട്ട് ചെയ്യുന്നതാവാം, അതുമല്ലെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും പറവൂരിൽ വി.ഡി. സതീശൻ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കാണ്. ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നാണ്. ജി സുധാകരൻ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ ക്യൂ. നമ്മൾ രാവിലെ വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജി സുധാകരൻ, NSS ജനറൽ സെക്രട്ടറി, ഇപ്പോൾ വി.ഡി. സതീശൻ വോട്ട് ചെയ്യാൻ നിൽക്കുന്നു. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് വോട്ട് ചെയ്യാൻ എല്ലാ സ്ഥലത്തു നിന്ന് എല്ലായിടത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഈ ആദ്യ മണിക്കൂറിൽ തന്നെ, ഇപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങി 8 മിനിറ്റ് പിന്നിടുകയാണ്. പ്രമുഖർ പലരും പലയിടത്തും ബൂത്തുകളിൽ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭാധ്യക്ഷൻ കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയസ് ക്ലിമിസ് കാതോലിക്ക ബാവ വോട്ട് ചെയ്യാൻ എത്തിയെന്ന വിവരം തിരുവനന്തപുരം അമൽ തേനമ്പ്രമ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വി.ഡി. സതീശന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ വടക്കൻ പറവൂരിൽ കാണുന്നത്. കേസരി കോളേജ് ബൂത്ത് നമ്പർ 135-ൽ കുടുംബസമേതം വോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ G. സുധാകരൻ, അമ്പലപ്പുഴയിലെ കേരളമാകെ ഉറ്റുനോക്കുന്ന മത്സരത്തിൽ G. സുധാകരൻ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം വോട്ട് ചെയ്യാനായി എത്തുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ജി സുധാകരന്റെ വോട്ട്, ജി സുധാകരന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. രാവിലെ തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും അടക്കം വോട്ട് ചെയ്തിരിക്കുന്നു. മോഹൻലാൽ വോട്ട് ചെയ്യാൻ ക്യൂവിൽ നിൽക്കുന്നു. വി.ഡി. സതീശൻ വോട്ട് ചെയ്യാൻ ക്യൂവിൽ നിൽക്കുന്നു. സണ്ണി ജോസഫ് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു. സുരേഷ് ഗോപി വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുന്നു. പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ ഉത്സാഹത്തോടുകൂടി കേരളീയർ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരുകയാണ്. ആദ്യത്തെ മിനിറ്റിൽ നിന്ന് ഇതാ PA മുഹമ്മദ് റിയാസ്, ബേപ്പൂരിലെ സ്ഥാനാർത്ഥി, സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു. കോട്ടൂളി UP സ്കൂളിലെ ബൂത്തിലാണ് മുഹമ്മദ് റിയാസ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സണ്ണി ജോസഫിനെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല. അദ്ദേഹം KPCC പ്രസിഡന്റായി മത്സരിക്കുന്നു. ഒപ്പം പേരാവൂരിലൊരു ഹൈ പ്രൊഫൈൽ മത്സരത്തെ, രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു ശക്തമായ പരീക്ഷണത്തെ നേരിടുന്നു. ഒരു വലിയ ഹൈ പ്രൊഫൈൽ മത്സരം പേരാവൂരിൽ നടക്കുന്നു. ഇതാ ഇപ്പോൾ മുടവൻ മുകൾ സ്കൂളിൽ നിന്നുള്ള ദൃശ്യം. മോഹൻലാലും KS ശബരിനാഥനും നേമത്തെ സ്ഥാനാർത്ഥി